ഒരു ദിവസം രാവിലെ ഹീറോ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അവന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അതാരാന്ന് അവളോട് ചോദിക്കുമ്പോൾ അവള് പറയും അവന്റെ ഭാര്യയാണെന്ന്. അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അവൻ അങ്ങനെ ഒരു ഭാര്യയില്ല. അവള് പറയും ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഭാര്യയാണെന്ന്. എന്തിനാ വന്നത്? അവനെ നേരെയാക്കാനായിട്ട്. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പം അവള് പറയുന്നത് കള്ളമാണോ, അല്ലെങ്കിൽ അവൾ യഥാർത്ഥത്തിൽ ഫ്യൂച്ചറിൽ നിന്ന് വന്നയാണോ? എന്തിനായിരിക്കും അവള് പാസ്റ്റിലോട്ട് വന്നിട്ടുള്ളത്? ഇവൻ എന്തിനായിരിക്കും നേരെയാക്കാനായിട്ട് ഇവള് വന്നിട്ടുള്ളത്? ഇവൾ എങ്ങനെ പാസ്റ്റിൽ വന്നു? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2025 റിലീസായ ദ വൈഫ് ഫ്രം ഫ്യൂച്ചർ എന്ന് പറയുന്ന മൂവിയാണ്. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവരെ ഹൈപ്പ് ചെയ്തോളൂ. അപ്പോ നമുക്ക് കഥയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു കപ്പലാണ് കാണിക്കുന്നത്. ആ കപ്പൽ തണുത്ത പ്രദേശത്തിൽ കൂടെ പോവാണ്. ആർട്ടിക് പ്രദേശമാണത്. ആ കപ്പലിന്റെ അകത്ത് തന്നെ നമ്മുടെ ഹീറോ ഉണ്ട്. ഹീറോന്റെ പേര് ജോ എന്നാണ്. ജൊനാഥൻ എന്നാണ് പേര്. നമുക്ക് ജോ എന്ന് പറയാം. ജോ ഉറക്കത്തിൽ നിന്ന് എനിക്കും. അവനൊരു ഫോട്ടോഗ്രാഫർ ആണ്. കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നീട് ആ കാട്ടിന്റെ അകത്തോട്ട് കയറിപ്പോയി കുറെ അധികം ഫോട്ടോ എടുക്കും. അന്നത്തെ ദിവസം മൊത്തം അവൻ ഫോട്ടോ എടുക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാണ്. പിന്നീട് അവൻ ബസ് കയറി അവൻ താമസിക്കാനായിട്ട് ഒരു സ്ഥലത്ത് വരും. അത് അവന്റെ നാടല്ല, അവൻ ഫോറിനർ ആണ്. അവൻ ഇന്തോനേഷ്യക്കാരനാണ്. എന്നാൽ അവൻ ഇപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലല്ല. അവൻ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ച് അവൻ എടുത്ത ഫോട്ടോയൊക്കെ പറക്കി വെച്ചിട്ട് അവൻ ഒരു ബാറിൽ പോകും. അവിടെ തന്നെ അവന്റെ ഒരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരനാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്ന ആളാണ്. ആ സ്ക്രിപ്റ്റിലുള്ള ക്യാരക്ടറിനെ അനുകരിക്കുന്ന ആള്. എന്തായാലും അവനോട് ചെന്ന് സംസാരിക്കും. ഹീറോയ്ക്ക് നല്ല രീതിയിൽ കുടിയും വലിയും ഉണ്ട്. ഇന്ന് ഹീറോന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്. പിന്നീട് ഹീറോയും കൂട്ടുകാരനും കൂടെ വീട്ടിലോട്ട് തിരിച്ചു പോകും. കൂട്ടുകാരൻ കൂട്ടുകാരന്റെ വീട്ടിലോട്ടും ഹീറോ ഹീറോന്റെ വീട്ടിലോട്ടും. അന്നത്തെ രാത്രി ഹീറോ ഹീറോന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. പിറ്റേ ദിവസം ഹീറോ കണ്ണ് തുറക്കുമ്പോൾ, അതായത് ജോ കണ്ണ് തുറക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അവൻ അവളെ കണ്ട് പേടിച്ച് മാറിപ്പോവും. നീ ആരാന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ഞാൻ നിന്റെ ഭാര്യയാണ്, ഫ്യൂച്ചറിൽ നിന്ന് വന്നയാണെന്ന്. ജോ പറയും നീ എന്നെ കളിപ്പിക്കാൻ നോക്കുന്നില്ലേ? എന്തിനാ കളിപ്പിക്കാൻ നോക്കുന്നത്? കൂട്ടുകാരൻ പറഞ്ഞു വിട്ടല്ലേ, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാന്ന് പറഞ്ഞ് അവൻ പുറത്തിറങ്ങിപ്പോവും. കൂട്ടുകാരനെ ഫോൺ വിളിക്കും. കൂട്ടുകാരനോട് ചോദിക്കും നീ എന്തിനാ കണ്ട പെമ്പിള്ളാരൊക്കെ എന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നതെന്ന്. എന്നാൽ കൂട്ടുകാരൻ പറഞ്ഞു വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോ വിശ്വസിക്കുന്നില്ല. നീ എന്തിനാ കള്ളം പറയുന്നത്? നീ അവൾക്ക് എത്ര പൈസ കൊടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കൂട്ടുകാരൻ ഒരു പെൺകുട്ടീനെയും ജോന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല. കൂട്ടുകാരൻ ഫോൺ കട്ട് ചെയ്യും. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ പെൺകുട്ടി മണ്ടയിൽ നിൽപ്പുണ്ട്. ആ പെൺകുട്ടിയാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. നമുക്ക് സോറി എന്ന് പറയാം. അവളുടെ പേര് സോറി എന്ന് തന്നെയാണ്. സോറി പറയുന്നതല്ല, പേര് സോറി എന്നാണ്. എന്തായാലും ജോ ഫോൺ കട്ട് ചെയ്തിട്ട് അവൾ അടിച്ചിറക്കാനായിട്ട് വീട്ടിൽ ചെല്ലും. നീ എന്റെ ഭാര്യ എന്നല്ല, എന്തിനാ കള്ളം പറയുന്നതെന്ന് പറഞ്ഞ് അവളോട് ഇറങ്ങിപ്പോകാൻ പറയും. ഓ അതിനെന്താ, ഞാൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് സോറി അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇതിനുശേഷം അവൻ കൂട്ടുകാരനെ കാണാനായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ താഴെ തന്നെ സോറി നിൽപ്പുണ്ട്. നീ നിന്റെ ഫോണും പേഴ്സും എടുക്കാൻ മറന്നു, അതുകൊണ്ട് എടുത്തോണ്ട് പോകാൻ പറയും. സത്യമാണ്, ജോ അത് എടുക്കാനായിട്ട് മറന്നിട്ടുണ്ട്. ജോയ്ക്ക് ഒരു അത്ഭുതമായി പോവും. അവളെങ്ങനെ കണ്ടുപിടിച്ചു അവൻ അവന്റെ ഫോണും പേഴ്സും എടുക്കാനായിട്ട് മറന്നു എന്നേ. എന്തായാലും അതൊക്കെ എടുത്തിട്ട് അവൻ ഇറങ്ങി നടന്നു പോവാണ്. പിന്നാലെ തന്നെ സോറി ഉണ്ട്. സോറി വിടുന്ന മട്ടില്ല, അവന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഇനിയിപ്പം അവള് യഥാർത്ഥത്തിൽ ഫ്യൂച്ചറിൽ നിന്ന് വന്നയാണോ? അതൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. പോകുന്ന വഴിക്ക് സോറി ജോനോട് പറയും പതിയെ നടന്നു പോ, ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിക്കുമെന്ന്. എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ നടന്നു പോകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാള്, അയാൾ എന്തോ കൂടയ്ക്കകത്ത് പഴം കൊണ്ടുവന്നെയാണ്. അയാളുടെ ഇരിക്കുന്ന പഴം തട്ടിക്കളയും. അറിയാതെ തട്ടിയതാണ്. അയാളോട് സോറിയും പറഞ്ഞിട്ട് നേരെ ജോ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് ചെല്ലും. അവൻ കമ്മിറ്റഡ് ആണ്. അവളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കും. ഇതണക്ക് കൂട്ടുകാരൻ ഒരു പെൺകുട്ടീനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവള് ഭയങ്കര ശല്യമാണെന്ന്. ഗേൾ ഫ്രണ്ട് പറയും അവൻ ചുമ്മാ തമാശയ്ക്ക് വല്ലതും ചെയ്തതായിരിക്കുമെന്ന്. പിന്നെ ഇവർക്ക് കല്യാണം വരാറായിട്ടുണ്ട്. ജോന്റെയും ഗേൾ ഫ്രണ്ടിന്റെ കല്യാണം വരാറായിട്ടുണ്ട്. അതിനു മുമ്പ് ഗേൾ ഫ്രണ്ട് ജോയ്ക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് ഫോട്ടോഗ്രാഫർ ആവാനായിട്ടാണ് ആഗ്രഹം. അവൻ ഫോട്ടോഗ്രാഫറാണ്. അവനിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നടക്കാനാണ് ആഗ്രഹം. എന്നാൽ ഗേൾ ഫ്രണ്ടിന് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഗേൾ ഫ്രണ്ടിന്റെ അച്ഛൻ ഇവനൊരു ജോലി തരപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, ഗേൾ ഫ്രണ്ടിന് ഒരു റെസ്റ്റോറന്റ് ഇട്ട് കൊടുക്കും. കൂടെ തന്നെ ജോയും വരണമെന്ന് ഗേൾ ഫ്രണ്ട് വാശി പിടിക്കും. പക്ഷെ ജോയ്ക്ക് അതിനോട് താല്പര്യമില്ല. അവനൊന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ടിന്റെ ഇഷ്ടപ്രകാരം എല്ലാം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ജോയ്ക്ക് ഫോട്ടോഗ്രാഫ് ഫീൽഡിനോടാണ് ഇഷ്ടം. പക്ഷെ അവള് ഇവനെ ജോലിക്ക് വിടാനാണ് ആഗ്രഹിക്കുന്നത്. ആ സമയം അങ്ങോട്ട് സോറി കയറി വരും. സോറി അവിടെ വന്നിരിക്കുകയാണ്. സോറി ഇപ്പൊ ഇവരുടെ ഇടയ്ക്ക് വന്നിരുന്നതിന് ജോ ദേഷ്യപ്പെടും. നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? ഞാൻ അത്രയും രൂപ തരാം. ഇവിടെ നെണീറ്റ് പോന്ന് പറയുമ്പോൾ അവള് പോകുന്നില്ല. അവള് പറയും ഈ പെൺകുട്ടി നിന്നെ കുറെ നാളായിട്ട് ഭരിക്കുന്നുണ്ടല്ലോ, എവളുടെ ഇഷ്ടപ്രകാരമാണ് നീ നടക്കുന്നത് അല്ലേ? അത് സത്യമല്ലേ? എന്നാൽ അവൻ ഒന്നും മിണ്ടുന്നില്ല. സംഭവം സത്യമാണ്. ഗേൾ ഫ്രണ്ട് ചോദിക്കും നീ ആരാണെന്ന്. സോറി പറഞ്ഞു കൊടുക്കും ഞാൻ അവന്റെ ഭാര്യയാണ്. അതുമല്ല, അവന് വേറെ കുറെ പെൺകുട്ടികളുമായിട്ട് അവിഹിതമുണ്ട്. ഞാൻ ഇത് 3ാമത്തെ തവണയാണ് അവന് തൂക്കുന്നത്. അവൻ എപ്പോഴും കള്ളത്തരമാണ് പറയാറെന്ന്. ഇത് കേൾക്കുമ്പോൾ ഗേൾ ഫ്രണ്ടിന് ദേഷ്യവും. എടാ ചതിയാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് പോകും. ജോ വിടില്ല, ഇവള് കള്ളം പറയണം, എന്നെ വിശ്വസിക്കുന്നു പറയുമ്പോൾ ഗേൾ ഫ്രണ്ട് കേൾക്കില്ല. ഗേൾ ഫ്രണ്ട് അവിടെ നിന്ന് പോകും. ഇവൻ ചാടി എണീക്കാൻ നേരത്ത് സോറി പറയുന്നുണ്ട് സൂക്ഷിച്ച് പോകാനായിട്ട്. എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ പോകാൻ നിൽക്കുമ്പോൾ അവിടുത്തെ വെയിറ്ററിന്റെ ദേഹത്ത് തട്ടും. വെയിറ്ററിന്റെ കയ്യിലിരുന്ന് എന്തോ ഒരു ആഹാര സാധനം തറയിൽ പോകുന്നുണ്ട്. വീണ്ടും അവനോട് സൂക്ഷിച്ച് പോകാൻ പറയും, അല്ലെങ്കിൽ തെന്നി വീഴുമെന്ന്. എന്നാൽ അവ അതൊന്നും കേൾക്കാതെ വീണ്ടും നടക്കാനായിട്ട് തുടങ്ങും.
തുടങ്ങും. അവൻ ഉടനടി തന്നെ തറയിൽ തെന്നി വീഴുന്നുണ്ട്. അതായത് സോറിക്ക് ഇതെല്ലാം നേരത്തെ അറിയാവുന്നത് പോലെ അവൻ തെന്നി വീഴുമെന്നും വെയിറ്ററിന്റെ ദേഹത്ത് തട്ടുമെന്നൊക്കെ അവൾക്ക് നേരത്തെ അറിയായിരുന്നു. ഹീറോ അവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ സോറി പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടന്നു പോവാണ്. സോറി വീടില്ല, ഞാനും വരുന്നെന്ന് പറഞ്ഞ് പിന്നാലെ ചെല്ലും. അവസാനം വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ അവളോട് പറയും, നീ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ചു പറയും, അവര് വന്ന് നിന്നെ പിടിച്ചോണ്ട് പോകും. എന്നെ ഇങ്ങനെ പിന്നാലെ ഫോളോ ചെയ്യാതെ നീ നിന്റെ പണി നോക്കെന്ന് പറഞ്ഞിട്ട് ജോ അകത്ത് കയറി പോവും. എന്നാൽ അവള് പോകുന്നൊന്നുമില്ല. അവൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. കുറെ നേരമായിട്ട് പോകുന്നില്ല. ജോ അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ അവള് പോയോന്നറിയാനായിട്ട് ജനല് വഴി താഴോട്ട് നോക്കും. അവള് പോയിട്ടില്ല. ഒരു കോട്ടൊക്കെ ഇട്ട തണുപ്പത്ത് ഇരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അവന് വിഷമാവും. അവൻ നേരെ നടന്ന് അവളടുത്ത് ചെല്ലും. അവളോട് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടെന്ന്. എന്നാൽ അവൾ ഒന്നും മിണ്ടുന്നില്ല, ചിരിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അവള് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചുകൊണ്ട് ഒരു കടയിലോട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് അവൾക്ക് ഫുഡും അതുപോലെ തന്നെ അവന് ബിയറും പറയുന്നുണ്ട്. എന്നാൽ അവൻ പോയതിനു ശേഷം സോറി അവിടുത്തെ വെയിറ്ററിനോട് ബിയർ കൊണ്ടുവരണ്ടെന്ന് പറയും. ഇതിനുശേഷം വെയിറ്റർ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ അവന് ബിയർ കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല. അവനെ കുടിക്കാനായിട്ട് സോറി അനുവദിക്കുന്നില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോ ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടത്, നീ എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നതെന്ന്. എവൻ വിചാരിച്ചിരിക്കുന്നത് അവളെ കൂട്ടുകാരൻ എവനെ പറ്റിക്കാനായിട്ട് പറഞ്ഞു വിട്ടേക്കുന്നതാണെന്നാണ്. എന്നാൽ എന്താണ് സംഭവം നമുക്കറിയത്തില്ല. കട്ട് ചെയ്താൽ ജോ അവന്റെ കൂട്ടുകാരനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ട്. കൂട്ടുകാരൻ അവിടെ എന്തോ വർക്കൗട്ടോ മറ്റോ ചെയ്യുമായിരുന്നു. കൂട്ടുകാരനോട് ചെന്നിട്ട് പറയും, എടാ അവൾക്ക് എന്തോ അത്ഭുത ശക്തിയുണ്ട്. ആർക്ക്? സോറിക്ക്. എന്ത് സോറിയോ? ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു, നീ പേടിക്കണ്ട. എടാ അതല്ല സോറി. എടാ ഞാൻ ക്ഷമിച്ചു തന്നു, നിനക്ക് കുഴപ്പമൊന്നുമില്ല. എടാ അവളുടെ പേര് സോറി എന്നാണെന്ന്. ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാരൻ അവന്റെ അടുത്ത് ചെല്ലും. കാര്യം എന്താന്ന് അന്വേഷിക്കും. ഹീറോന്റെ എല്ലാ കാര്യങ്ങളും സോറി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവന്റെ ABCD വരെ അവൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അവന്റെ ദുശീലങ്ങള്, അവന്റെ ഇഷ്ടങ്ങള് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജോ ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇത്രയധികം കാര്യങ്ങള് അവന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളൊക്കെയാണ് സോറി അവനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആ സമയം നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ജോ സോറിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോന്റെ അമ്മയുടെ പേരെന്താന്ന്. അവള് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. ജോന്റെ ചേച്ചിയുടെ കാര്യം ചോദിച്ചു. ചേച്ചിയുടെ പേരും ചേച്ചി എന്നാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ജോയ്ക്ക് ഇല്ലാത്തൊരു അനിയനെ പറ്റി അവൻ ചോദിക്കും. ഇനിയിപ്പം അവൾക്ക് അവൻ അനിയൻ ഇല്ലാത്ത കാര്യം അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അത് അവൾക്ക് അറിയാം. അവൻ അനിയൻ ഇല്ലാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം വന്ന് കൂട്ടുകാരനോട് പറയുമ്പോൾ കൂട്ടുകാരൻ അങ്ങനെ ഒരു പെൺകുട്ടീനെ പറഞ്ഞു വിട്ടിട്ടില്ല. അതുള്ള കൂട്ടുകാരൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഹീറോ കുടിച്ചിട്ട് വന്ന് നിൽക്കുന്നതാണെന്നാണ് പറയുന്നത്. കൂട്ടുകാരനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഹീറോ വീട്ടിൽ ചെല്ലും. അവിടെ തന്നെ അവന്റെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടി, അതായത് സോറി നിന്ന് ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. ജോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡാണ് കുക്ക് ചെയ്യുന്നത്. അവൾ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആഹാര സാധനം തന്നെയാണത്. അതൊക്കെ കേട്ട് അവൻ ഞെട്ടി നിൽക്കുന്നുണ്ട്. സത്യം പറ, നീ ആരാന്ന് ചോദിക്കുമ്പോൾ നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞ് സോറി ജോനെയും വിളിച്ച് ഒരു റൂമിൽ ചെല്ലും. എന്നിട്ട് അവനോട് പറയും, നീ എടുത്ത ഫോട്ടോകളൊക്കെ ഇവിടെ അല്ലേ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അതിനകത്ത് തന്നെ കുറെ അധികം ഫോട്ടോ ഉണ്ട്. അതിലൊരു ഫോട്ടോ നീ വൃത്തിക്ക് എടുത്തിട്ടില്ല, അതിന്റെ ഫോക്കസ് മാറിപ്പോയി. പിന്നെ നിനക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ ഒരു ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ അവര് നിന്നെ സെലക്ട് ചെയ്യും. ഏത് ഫോട്ടോ എന്നറിയാമോ? ഒരു അമ്മൂമ്മയുടെ ഫോട്ടോയാണ്. അവൻ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് അവൻ ആ ഇന്റർവ്യൂവിന് പോകും. അവിടെ കൊണ്ടുവന്ന് ആ ഫോട്ടോ കൊടുക്കും. അവൻ എടുത്ത ബാക്കിയുള്ള ഫോട്ടോയൊന്നും ആ കാണാൻ വന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആ ഒരു അമ്മൂമ്മയുടെ ഫോട്ടോ മാത്രം ഇഷ്ടപ്പെട്ടു. സോറി പറഞ്ഞത് കണക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വന്നേക്കാണ്. ആ അമ്മൂമ്മയുടെ ഫോട്ടോ ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടു. അത് സെലക്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാരും കൂടെ ചേഴ്സ് അടിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് സോറി മാറിയിരിപ്പുണ്ട്. ഇപ്പൊ സോറിനെ ചെറുതായിട്ട് ഹീറോയ്ക്ക് വിശ്വാസമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനുശേഷം സോറിയും ജോയും പുറത്തു വന്ന് നിന്ന് സംസാരിക്കും. ഇവന് ചെറുതായിട്ട് വിശ്വാസം വന്നിട്ടുണ്ട്. നീ എന്തിനാ എന്നെ തിരക്കി ഭൂതകാലത്തിലോട്ട് വന്നേന്ന് അവളോട് ചോദിക്കുമ്പോൾ അവള് പറയും, ഞാൻ എന്തിനാ വന്നേന്നറിയാമോ? നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നീ നന്നായ എല്ലാ പ്രശ്നവും തീരും. പക്ഷെ ഞാൻ പറയുന്ന കണക്ക് കേൾക്കുവാണെങ്കിൽ നിന്റെ ജീവിതം അടിപൊളിയാവുമെന്ന്. ഇത് കേൾക്കുമ്പോൾ അവന് സമ്മതിക്കും. അവള് പറയുന്ന കണക്ക് നല്ല രീതിയിൽ ജീവിച്ചോളാന്ന്. അങ്ങനെ ഹീറോയും കൈ നീട്ടും. ഹീറോ കൈ കൊടുക്കുകയും ചെയ്യും. രണ്ടുപേരും കൂടെ സമ്മതിക്കുകയാണ്. ജോന് നല്ല വഴിക്ക് സോറി നയിക്കുമെന്നും അതുപോലെ തന്നെ സോറി പറയുന്നത് ജോ കേൾക്കാമെന്നും. പിന്നീട് ഈ ജോയ്ക്ക് കുടിയും വലിയ ഉണ്ടല്ലോ, ജോയുടെ സിഗരറ്റ് ഒക്കെ എടുത്തോണ്ട് വന്ന് കത്തിച്ച് കളയും. അതുപോലെ അവന്റെ ലിക്കർ എടുത്ത് കളയും. പിന്നെ അവനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. ഇവൻ വർക്കൗട്ടൊന്നും ചെയ്യാതെ ശരീരം നശിപ്പിച്ചു കളയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ രാവിലെ വിളിച്ചുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അവളെ എടുത്തോണ്ട് പോകാനായിട്ട് പറയും. അതുപോലെ തന്നെ എടുത്തോണ്ട് പോകുന്നുണ്ട്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ജോയും സോറി അവിടെ ഇരിക്കുകയാണ്. ജോ അവളോട് ചോദിക്കും, ഞാൻ എന്ത് കണ്ടിട്ടാണ് നിന്നെ കല്യാണം കഴിച്ചതെന്ന്. അവള് പറയും, അത് നിനക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. അതെല്ലാം മനസ്സിലാക്കുമ്പോൾ നിനക്ക് എന്നെ ഓർത്ത് പാവം തോന്നുമെന്ന്. അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. അതുമല്ല ഒരു സമയം കിട്ടുമ്പോൾ ജോനെയും വിളിച്ചുകൊണ്ട് അവൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അവൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ജോയ്ക്ക് അവളോട് ക്രഷ് അടിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യ തന്നെയാണ്, എന്നാൽ അവൻ അറിയത്തില്ല അങ്ങനെ ഒരു ഭാര്യ ഉള്ള കാര്യം. ഫ്യൂച്ചറിലെ ഭാര്യയാണ്. ഫ്യൂച്ചറിലെ ഭാര്യയോട് ക്രഷ് അടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ജോയും കൂട്ടുകാരനും സോറിയും എല്ലാരും കൂടെ ആ ഒരു എക്സിബിഷന് പോവാണ്. ജോ എടുത്ത ഫോട്ടോ ഒക്കെ തൂക്കിയിട്ടേക്കുന്ന ഒരു എക്സിബിഷനിൽ. അവിടെ തന്നെ അമ്മൂമ്മയുടെ ഫോട്ടോ കൊടുത്തപ്പോൾ ഇന്റർവ്യൂറിന് ഇഷ്ടപ്പെട്ടില്ലേ, അതാണ് തൂക്കിയിട്ടേക്കുന്നത്. ഇനി ജോന്റെ വേറെ വല്ല ഫോട്ടോ ഉണ്ടോന്ന് ഇന്റർവ്യൂർ ചോദിക്കുമ്പോൾ ജോ ഉണ്ടെന്ന് പറയും. അത് ആർട്ടിക്കിന്റെ മഞ്ഞുകാലത്തുള്ള ഫോട്ടോയാണ്. എന്നാൽ അതൊന്നും വേണ്ടെന്ന് അയാൾ പറയും. ഇത് കേൾക്കുമ്പോൾ ജോയ്ക്ക് അത്ഭുതമാവും. കാരണം നേരത്തെ തന്നെ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു
അയാൾക്ക് ആർട്ടിക്കിന്റെ ഫോട്ടോ ഒന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന്. എന്നാൽ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അയാൾ പോയതിനു ശേഷം ജോ അവളോട് ക്ഷമ പറയും. അവൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിന്റെ ഫോട്ടോ കാണിച്ചിട്ടും കാര്യമില്ല, അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന്. എന്നാൽ അയാൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ജോ അറിയാതെ പറഞ്ഞതാണ്. അതിന് അവളോട് ക്ഷമ പറയും. അവൾ പറഞ്ഞിട്ടും അവൻ വിശ്വസിക്കാതെ അയാളോട് പറഞ്ഞില്ലേ ആർട്ടിക്കിന്റെ ഫോട്ടോ ഉണ്ടെന്ന്. അയാൾ അത് നിരസിച്ചിട്ട് അവിടെ നിന്ന് പോയി. എനിക്ക് ആർട്ടിക്കിന്റെ ഒന്നും വേണ്ട, മനുഷ്യരുടെ ഉണ്ടെങ്കിൽ, ഇത് കണക്കത്തെ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അവിടെ നിന്ന് പോയി. അന്ന് രാത്രി ജോ വീട്ടിൽ വന്നിട്ട് ബുക്ക് വായിക്കുകയാണ്. ആ സമയം അങ്ങോട്ട് സോറി കയറി വരും. സോറി അലമാര തുറന്നിട്ട് ജോന്റെയും അവന്റെ പഴയ കാമുകിയായിട്ടുള്ള ആ പെൺകുട്ടിയുടെയും ഫോട്ടോ ഉള്ള ഒരു ബുക്ക് എടുക്കും. അതെടുത്ത് വായിക്കാനായിട്ട് അല്ലെങ്കിൽ അത് തുറന്ന് നോക്കാനായിട്ട് അവൾ നിൽക്കുമ്പോൾ അവൻ സമ്മതിക്കത്തില്ല. ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് അവളെ പിടിച്ചിട്ട് ഇക്ലിയാക്കാൻ തുടങ്ങും. അവളെ വായിക്കാൻ സമ്മതിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ ഇക്ലിയാക്കുന്ന സമയത്ത് അവളും അവനും കൂടെ ഏകദേശം അടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ അടുക്കുന്നുണ്ട്. എന്നാൽ അവള് പറയും വേണ്ട, ഞാനും നീ ആദ്യമായിട്ട് സ്നേഹിച്ചത് കല്യാണം കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ട് ഇപ്പം വേണ്ടാന്ന്. അവനും അത് ശരിയാണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ അവനും മാറിയിരിക്കും. അവൾക്ക് അവനെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ അവൻ അവളെ ഇഷ്ടമാണ്. പക്ഷെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടാവാന്ന് പറയും. പിന്നെ അവളൊരു കാര്യം പറയും, ജോ അവളെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്നല്ലേ, അവൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ലൈഫിൽ ഒരു റിലേഷൻ മാത്രമേ പാടുള്ളൂ, കഴിയുന്നതും ഒരു റിലേഷൻ മാത്രമേ പാടുള്ളൂ. അങ്ങനെ അവനോട് പറഞ്ഞപ്പോ, അതായത് ഫ്യൂച്ചറിൽ അവനോട് പറഞ്ഞപ്പോ അവൻ അവളോട് പറഞ്ഞു ഞാൻ നിന്നെ എന്തൊക്കെ വന്നാലും പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. പിറ്റേ ദിവസം ജോ സോറിയുടെ കണ്ണൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കും. അവൻ എടുത്ത ആർട്ടിക്കിന്റെ ഫോട്ടോ എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. അവളെ കാണിച്ചു കൊടുക്കുകയാണ്. അവൾക്ക് ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവളോട് ചോദിക്കും ഇതെങ്ങനെയുണ്ട്, ഭാവിയിൽ ഞാൻ വലിയൊരു കലാകാരനാവുമെന്ന്. അവൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാലും അവൾ പറയും ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ആവാതിരിക്കാന്ന്. അവൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് അറിയത്തില്ലായിരിക്കാം, അറിയാൻ പാടില്ല. അതൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇതിനുശേഷം ജോ സോറിനെയും വിളിച്ച് ഒരു സ്ഥലത്തോട്ട് പോവാണ്. സോറിയോട് പറയുന്നില്ല എന്തിനാ പോണേന്ന്. അവൻ്റെ കുറെ ബാഗ് ഒക്കെ ഉണ്ട്, 2 വലിപ്പമുള്ള ബാഗ്. അതിനകത്ത് നിറച്ച ക്യാമറയാണ്. അവളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത് ഫോട്ടോ എടുക്കാനാണ്. അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. സോറി വിളിച്ചു പറയും ഭക്ഷണം കഴിക്കാൻ വാ, കുറെ സമയമെന്ന്. എന്നാൽ അവൻ വരുന്നില്ല. അവൻ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് സോറി വന്ന് അവന്റെ മുമ്പിൽ നിൽക്കും, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാതെ. ബാ നമുക്ക് കഴിച്ചിട്ട് ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ ഒറ്റ ഫോട്ടോ, നീ അങ്ങോട്ട് നിന്നേ, ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിർത്തി ഫോട്ടോ എടുക്കും. അവളുടെ കയ്യിൽ ഒരു ചട്ടുകമുണ്ട്, ഒരു സ്പൂൺ പോലത്തെ വലിയ സംഭവം. അതെടുത്ത് മാറ്റിയിട്ട് ഒന്നും കൂടെ ഫോട്ടോ എടുക്കും. നല്ലൊരു അടിപൊളി ഫോട്ടോ, നല്ലൊരു വ്യൂ ഉള്ളൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അന്ന് രാത്രി രണ്ടുപേരും കൂടെ കിടന്നുറങ്ങാണ്. ജോയ്ക്ക് ഉറക്കം വരുന്നില്ല. അവന്റെ ഡൗട്ട് മൊത്തം അവനെടുത്ത ഫോട്ടോ സെലക്ട് ആവോ ഇല്ലയോ എന്നാണ്. അത് സോറിയോട് ചോദിക്കുമ്പോൾ അവള് പറഞ്ഞു കൊടുക്കുന്നില്ല, നീ കിടന്നുറങ്ങിക്കേ, അതൊന്നും പറയാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇനിയിപ്പോ ഫ്യൂച്ചറിലെ കാര്യം അവനോട് പറയുകയാണെങ്കിൽ അത് നടക്കാതെ വല്ലതും ഇരിക്കുമായിരിക്കും, അറിയാൻ പാടില്ല. അതുകൊണ്ടായിരിക്കും അവള് പറയാത്തത്. ഇനിയിപ്പോ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നും അറിയാൻ പാടില്ല. പിറ്റേ ദിവസം സോറിയും ജോയും കൂടെ വീട്ടിൽ വരും. അന്ന് രാത്രി രണ്ടുപേരും കൂടെ കിടന്നുറങ്ങാണ്. എന്നാൽ ജോയ്ക്ക് ഉറക്കം വരുന്നില്ല. സോറി ഉറങ്ങിയതിനു ശേഷം രാത്രി എണീറ്റ് അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സിഗരറ്റ് എടുത്ത് പുറത്തു വരും. പുറത്തു വന്ന് നിന്ന് വലിക്കാനായിട്ട് തുടങ്ങും. അവൻ വലിച്ചു കുറച്ച് കഴിയുമ്പോൾ സോറി ഇറങ്ങി വന്നിട്ടുണ്ട്. അവൾക്ക് നേരത്തെ അറിയാവുന്നത് പോലെ അവനോട് ആ സിഗരറ്റ് എടുത്ത് ദൂരോട്ട് കളയാൻ പറയുമ്പോൾ അവൻ കളയുന്നില്ല. അവള് പറയുന്നത് കണക്ക് തന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ സിഗരറ്റ് വലിച്ചു. അവനോട് സിഗരറ്റ് വലിച്ചെറിയാൻ അവൾ ആവതും പറയുന്നുണ്ട്. എന്നാൽ അവൻ കേൾക്കുന്നില്ല. എന്നെ കൊണ്ട് പെട്ടെന്ന് തന്നെ ശീലങ്ങൾ മാറ്റാൻ പറ്റത്തില്ല, ഇത്രയും നാൾ കുടിയും വലിയുള്ള എന്നെ കൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒറ്റൊരെണ്ണം എന്ന് പറയുമ്പോൾ അവള് ദേഷ്യപ്പെടും. എപ്പോഴും നീ ഇങ്ങനെ പറയുന്നത്, ഒറ്റൊരെണ്ണമെന്ന്. എന്നിട്ട് നിനക്ക് എന്താ പറ്റിയെന്ന് അറിയാമോ? 8 വർഷത്തിന് ശേഷം നീ മരിച്ചു പോകും, ഹാർട്ട് അറ്റാക്ക് കാരണം. നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. നീ മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നീ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്? നീ സിഗരറ്റും കള്ളും കുടിച്ചിട്ടാണ് ഹൃദയാഘാതം വന്ന് മരിച്ചു പോയത്. എന്തിനാടാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ചോദിച്ചിട്ട് അവള് കരയാനും ദേഷ്യപ്പെടാനും തുടങ്ങും. അവളുടെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ട്. അപ്പൊ അവള് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. അവന്റെ മരണത്തിന്റെ കാര്യം പറഞ്ഞ ഉടനെ അവളുടെ മൂക്കിൽ നിന്ന് ചോര വഴാൻ തുടങ്ങും. അവൾക്ക് ബോധക്ഷയം വരുന്നത് പോലെ അവൾ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ജോ അടുത്ത് ചെന്ന് പിടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അവള് മരിച്ചുപോയി. കട്ട് ചെയ്താൽ അവള് വീണ്ടും കണ്ണ് തുറക്കും. അന്ന് ആദ്യത്തെ ദിവസം ഇവളൊരു നീല ഡ്രസ്സ് ഇട്ടില്ലേ, ആ ഒരു നീല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണ് തുറക്കും. തൊട്ടടുത്ത് തന്നെ ഹീറോയും കിടപ്പുണ്ട്. ഹീറോ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് അവളോട് ചോദിക്കും നീ ആരാന്ന്. അവനൊന്നും ഓർമ്മയില്ല. പക്ഷേ സോറിക്ക് ഓർമ്മയുണ്ട്. അവൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ജോയ്ക്ക് ഒന്നും ഓർമ്മയില്ല. ജോ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. സോറിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, കാരണം അവള് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ മരിച്ചിട്ട് എണീറ്റതേ ഉള്ളൂ. ജോ ഇറങ്ങിപ്പോകുന്ന സമയം അവളുടെ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജനലിന്റെ അവിടെ പഴയതുപോലെ പോയി നിൽക്കുകയാണ്. ആ സമയം ജോ താഴെ നിന്ന് കൂട്ടുകാരനോട് സംസാരിക്കുന്നുണ്ട്. നീയാണോ ഈ പെൺകുട്ടീനെ പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ കൂട്ടുകാരൻ എവിടെ അറിയുന്നുണ്ട് ഇത്, നീ എന്തിനാ ഈ മണ്ടത്തരം പറയുന്നതെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ എല്ലാം വീണ്ടും പഴയതുപോലെ നടക്കുകയാണ്. അവൻ പോകുന്ന പിന്നാലെ തന്നെ അവളും നടക്കുന്നുണ്ട്. പോകുന്ന ആൾക്കാരെയൊക്കെ തട്ടിയിടുന്നുണ്ട്. ഗേൾ ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നുണ്ട്. ഗേൾ ഫ്രണ്ട് പിണങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും സംഭവിക്കുകയാണ്. അവസാനം എന്താ നടക്കുക? എവന്റെ കുടിയും വലിയും മാറ്റി നിർത്തിയിട്ട് സോറി അറിയാതെ എവൻ കുടിച്ച് മരിച്ചു പോകും. വീണ്ടും മരിച്ചുപോയെ. പിന്നെ ഇത് വീണ്ടും റിപ്പീറ്റ് നടക്കും. അടുത്ത പ്രാവശ്യം
മരിക്കുന്നത് ഇവൻ സിഗരറ്റ് വലിക്കുമ്പോൾ അവള് ദേഷ്യപ്പെടുമ്പോഴാണ്. ഇവന്റെ മരണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഹീറോയിൻ മരിച്ചു പോകും. എല്ലാം ഒന്നും കൂടെ തുടങ്ങും. 1-2 തവണയൊന്നും അല്ല, 1000-2000 തവണയൊക്കെ സോറി ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഇവനെ നേരെയാക്കാനായിട്ട്. എന്നാൽ എല്ലാ തവണയും അവൾ അറിയാതെ അവൻ വലിക്കാനും കുടിക്കാനായിട്ട് ശ്രമിക്കും. അത് ചെയ്ത ഉടനെ അവള് മരിച്ചു പോകാറാണ് പതിവ്. എപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ഇവള് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ടും അവൻ നേരെയാവുന്നില്ല. ഇവൾ അറിയാതെ അവൻ വലിക്കാനും കുടിക്കാനും തുടങ്ങും. ഇപ്പൊ അവൻ വലിക്കുകയാണ്. അവള് പറയും, എന്തിനാടാ നീ വലിക്കുന്നത്, അതങ്ങ് കളയാൻ. എന്നാൽ അവൻ പറയും, പെട്ടെന്ന് തന്നെ ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല, ഇതാണ് ലാസ്റ്റ്, ഇതൂടെ വലിച്ചോട്ടെ എന്ന്. എന്നാലും നീ വലിക്കുകയോ കുടിക്കുകയോ എന്തുവേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇനി എന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. നീ എന്നെ എവിടെ വെച്ചാ കാണാൻ പോകുന്നതെന്ന് അറിയാമോ? നിന്റെ ചേച്ചിയുടെ കല്യാണത്തിനായിരിക്കും എന്നെ കാണാൻ പോകുന്നത്. അവിടെ വെച്ച് നീ എന്നെ പരിചയപ്പെടാനോ മിണ്ടാനോ പാടില്ല. നീ എന്റെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. നീ ഇങ്ങനെ കുടിച്ച് നടന്നിട്ട് ലാസ്റ്റ് എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഒറ്റയ്ക്കായി പോകും നീ മരിച്ചതിന് ശേഷം. നിന്നെ പോലെ ഒരു ക്രൂരനില്ല. ഇനി നിനക്ക് നിന്റെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മരിച്ചു വീഴും. അവളുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട്. അവൾ വീണ്ടും കണ്ണ് തുറക്കും. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മയുണ്ട്, എന്നാൽ ജോയ്ക്ക് ഓർമ്മ കാണത്തില്ല. സോറി ഒന്നും മിണ്ടാതെ പതിയെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവൾക്ക് അവനെ വിട്ടു പോണ്ടെന്നുണ്ട്. എന്നാൽ അവള് 1000 തവണ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അവനെ ശരിയാക്കാനായിട്ട്. എന്നാൽ അതൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ വിഷമിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇനിയിപ്പം ഇവനെ നേരെയാക്കാൻ നോക്കിയാലും നടക്കില്ല. നടന്നു പോകുന്ന സമയത്ത് സോറി ഒരു കാര്യം ആലോചിക്കും. ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് സോറിയും അതുപോലെ ജോയും ഒരുമിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്ന് അവള് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ഇനി എത്ര ജന്മങ്ങൾ വന്നാലും, 1000 ജന്മങ്ങൾ വന്നാലും ഞാൻ നിന്നെ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ, നിന്റെ കൂടെ ജീവിക്കാനേ ആഗ്രഹിക്കത്തുള്ളൂ. എന്നാൽ ഇപ്പൊ അവൾ എന്താ ചെയ്യുന്നത്? അവനെ വിട്ടിട്ട് ദൂരോട്ട് നടന്നു പോയല്ലേ. അവൾ അവളുടെ മാക്സിമം ട്രൈ ചെയ്തു, എന്നാലും നടന്നില്ല. അവൾ പോകുന്ന വഴിക്ക് തന്നെ ജോനെ കാണുന്നുണ്ട്. ജോ ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ അവൾ അതിന്റെ ഇടയിലൊന്നും പോയിരിക്കുന്നില്ല. പതിയെ അവിടെ നിന്ന് നടന്ന് മാറിപ്പോവാണ്. കുറെ നേരം ഒരു ഡെസ്കിൽ വന്നിരുന്ന് ആലോചിക്കും, ഇനിയിപ്പോൾ അവന്റെ കൂടെ പോണോ അതോ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കണമെന്ന്. അവിടെ വെച്ച് തന്നെ അവൾ തീരുമാനിക്കും ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാന്ന്. പിന്നീട് ഓരോ കടകളിൽ കയറി അവൾ ജോലിക്കായിട്ട് അന്വേഷിക്കും. അവൾക്ക് ഫുഡ് കഴിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ജോലി വേണം. ജോലിക്കായിട്ട് അന്വേഷിക്കുമ്പോൾ ഒരു കടയിലും ജോലി കൊടുക്കുന്നില്ല. അവിടെ ഒന്നും വേക്കൻസി ഇല്ല. ഒരു കടയിൽ ചെല്ലുമ്പോൾ അവിടെ ജോലിയില്ല. അതുകൊണ്ട് തന്നെ അവൾ തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ലേഡി വിളിച്ചിട്ട് പറയും, നീ ഒരു ആർട്ടിസ്റ്റാന്നല്ലേ പറഞ്ഞത്, ഫാഷൻ ഡിസൈനർ. എൻ്റെ ഒരു കൂട്ടുകാരന്റെ കടയുണ്ട്, അവിടെ ജോലിക്കാരിയെ വേണം ഫാഷൻ ഡിസൈനറായിട്ട്. നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് താല്പര്യമുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറയും. പിന്നീട് ആ ലേഡി സോറിനെയും വിളിച്ചുകൊണ്ട് ആ കടയിൽ ചെല്ലും. കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് ബസ്സിലാണ് ചെന്നത്. അവിടെ ചെന്നിട്ട് ആ ലേഡി അവിടുത്തെ ഓണറിനോട് സംസാരിക്കാനായിട്ട് പോകും. ആ സമയം കടയിൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിലൊരു പെൺകുട്ടിക്കാണെങ്കിൽ ഇട്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് അസിമെട്രിക്കലാണ്, ശരീരത്തിന്റെ പ്രശ്നമാണ്. എന്നാൽ ആ കുട്ടിയുടെ അമ്മ വഴക്കുണ്ടാക്കും, എന്ത് ഡ്രസ്സാണ് തുന്നി വെച്ചേക്കുന്നതെന്ന്. ഹീറോയിൻ അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുക്കും, അതങ്ങനല്ല, നമ്മുടെ ശരീരം അസിമെട്രിക്കലാണ്, അത് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ലുക്ക് കുറയ്ക്കാനേ പറ്റത്തുള്ളൂ, അതെപ്പോഴും ശരിയാക്കാൻ പറ്റില്ല. ഒരു ഹൈ ഹീൽസ് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, നിന്നെ കാണാൻ അടിപൊളിയാ, ഒരു ഹൈ ഹീൽസ് ഇട്ടാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമാനമാവുമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടീനെ സമാധാനപ്പെടുത്തും. അവൾക്കറിയാം ഇതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തത്. ആ പെൺകുട്ടിയും അത് കേട്ട് കൺവിൻസ് ആവുന്നുണ്ട്, അതിന്റെ അമ്മയും കൺവിൻസ് ആവുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഓണറും ഇവളെ കൊണ്ടുവന്ന ലേഡി അവിടെ നിൽപ്പുണ്ട്. ഓണറിന് സോറിനെ ഒരുപാട് ഇഷ്ടപ്പെടും, കാരണം അവൾക്ക് കഴിവുണ്ട്, നല്ലൊരു ഫാഷൻ ഡിസൈനറാണ്, അതുപോലെ തന്നെ സെയിൽസിലും നല്ല കഴിവുണ്ട്. പിന്നീട് ഓണർ സോറിനെയും വിളിച്ച് അവൾക്ക് വീട് എടുത്തു കൊടുക്കാനായിട്ട് പോവാണ്. ഇവള് സമ്പാദിക്കുന്ന സാലറിയിൽ നിന്ന് കുറച്ച് ശതമാനം ആ വീട്ടിന്റെ വാടകയ്ക്കായിട്ട് പോകും. എന്തായാലും അവളെ ആ റൂം വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കുകയാണ്. അവൾക്ക് ഡ്രസ്സൊന്നും ഇല്ല, അല്ലെങ്കിൽ അവളുടെ സാധനങ്ങളൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അതൊന്നും ഇല്ല, അവൾ ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ അയാൾക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. അവൾ ഇത് കണ്ടിട്ട് ചിരിക്കും, അവൾക്ക് വേറൊരു ഡ്രസ്സും ഇല്ലല്ലോ. പിന്നെ കുറെ നാള് അവൾ ഫാഷൻ ഡിസൈനറായിട്ട് ആ കടയിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം അവൾ ജോലിക്കായിട്ട് കടയിൽ വരും. അവിടെ ജോലി ചെയ്യുന്ന നേരത്ത് അങ്ങോട്ട് ജോയും അവന്റെ ഗേൾ ഫ്രണ്ടും കയറി വരും. ഇത് കാണുമ്പോഴേ സോറി ആകെ തകർന്നു പോകുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡാണ് വേറൊരു പെൺകുട്ടിയായിട്ട് വന്നേക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ആകെ തകർന്നു പോവാണ്. ഈ സമയം ഓണർ ജോന്റെ അളവെടുക്കാൻ പറയും. വെഡിങ് ഡ്രസ്സ് തയ്ക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അവന്റെ അളവെടുക്കാനായിട്ട് പറയും. സോറി ആകെ വിഷമിച്ച് അവന്റെ അടുത്ത് നിന്നിട്ട് അളവെടുക്കാണ്. അവളെ കൊണ്ട് കഴിയുന്നില്ല. അവനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, എന്നാൽ അവൻ മൈൻഡ് ആക്കുന്നില്ല. അവൾക്ക് ഇപ്പോഴും ആ സ്നേഹം ഉള്ളിലുണ്ട്, ആ സ്നേഹം ഒരിക്കലും പോകത്തില്ല. ഇത്രയും സ്നേഹമുള്ള പെൺകുട്ടിയാണ്. പല തവണയായിട്ട് 10,000-2000 തവണ അവനെ ശരിയാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്, എന്നാൽ അവൻ ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് അവൾ ഓരോ തവണയും മരിച്ചു പോയത്. ഇപ്പോഴും അവൾക്ക് ആ സ്നേഹം ഉള്ളിലുണ്ട്. അവൾ ആകെ വിഷമിച്ച് ബാത്റൂമിൽ പോവും. അവിടെ നിന്ന് ആലോചിക്കുകയാണ്, ഈ കടയിലെ ഓണർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂതകാലത്തിനെയും വേദനയും മരണത്തിനെയും മാറ്റാൻ കഴിയില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് 3 മാറ്റാൻ കഴിയില്ല. ഇവള് മരണത്തിനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഹീറോന്റെ മരണത്തിന്. അതുപോലെ തന്നെ വേദനയും മാറ്റാൻ ശ്രമിച്ചു, അവളുടെ വേദന. ഇതൊന്നും നടന്നില്ലല്ലോ. അതാലോചിച്ച് അവിടെ നിൽക്കുകയാണ്. പിന്നീട് അവള് താഴോട്ടിറങ്ങി വരുമ്പോൾ അവിടെ പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ്. ജോയും ഗേൾ ഫ്രണ്ടുമായിട്ടാണ് വഴക്ക് നടക്കുന്നത്. ഗേൾ ഫ്രണ്ടിന് ജോനെ ഫോട്ടോഗ്രാഫറായിട്ട് ജോലിക്ക് വിടാനായിട്ട് താല്പര്യമില്ല. പകരം അവളുടെ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടാണ് ആഗ്രഹം.
ആഗ്രഹം. പിന്നെ ജോയ്ക്ക് അച്ഛനുണ്ട്. അച്ഛനെ കല്യാണം വിളിക്കാനായിട്ട് ഗേൾ ഫ്രണ്ട് പറയും. പക്ഷെ ജോയ്ക്ക് അച്ഛനോട് താല്പര്യമില്ല. അച്ഛനെ കല്യാണം വിളിക്കാനായിട്ട് താല്പര്യമില്ല. ഇതും പറഞ്ഞിട്ട് വഴക്ക് നടക്കുന്നുണ്ട്. ഇനി എനിക്ക് നിന്റെ കൂടെ തുടർന്ന് പോകാൻ പറ്റത്തില്ല, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് പിണങ്ങിപ്പോവും. കാരണം രണ്ടുപേരുടെയും ടേസ്റ്റ് വ്യത്യാസമാണ്. ജോയും ഗേൾ ഫ്രണ്ട് പോയതിനു ശേഷം സോറി ചോദിക്കും ഓണറിനോട്, നിങ്ങളല്ലേ പറഞ്ഞത് വേദനയും ഭൂതകാലത്തിനെയും അതുപോലെ തന്നെ മരണത്തിനെയും മാറ്റാൻ പറ്റത്തില്ല എന്ന്. എന്നാ പിന്നെ മനുഷ്യരെ മാറ്റാൻ പറ്റുമോ? മനുഷ്യരുടെ സ്വഭാവത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുമോ? ഇത് കേൾക്കുന്ന ഓണർ പറഞ്ഞു കൊടുക്കും, പറ്റും. സ്നേഹം കൊണ്ട് ഓരോ ആൾക്കാരുടെ സ്വഭാവത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. അവരൊരുപാട് മാറും. ഇത് കേൾക്കുന്ന സോറിക്ക് സന്തോഷമാവും. കാരണം ജോനെ മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ. എന്തുകൊണ്ടാണ്? സ്നേഹം കൊടുത്താൽ അവനെ മാറ്റിയെടുക്കാൻ പറ്റും. അവൾക്കൊരു പ്രതീക്ഷ മനസ്സിലോട്ട് വരുന്നുണ്ട്. ഓടി ചെന്ന് ഓണറിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഓണറിന് മനസ്സിലായി ഇപ്പം വന്നത് സോറിയുടെ പഴയ ബോയ് ഫ്രണ്ട് ആണെന്ന്. സോറി എപ്പോഴും വിഷമത്തിലായിരിക്കുമല്ലോ, അതിന് കാരണം ഇപ്പം വന്ന ജോയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാളെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് അവൾ അവിടെ മരിച്ചു വീഴും. പെട്ടെന്ന് തന്നെ അവൾ വീണ്ടും കണ്ണ് തുറക്കും. ജോന്റെ അടുത്താണ് ഇപ്രാവശ്യം അവള് കണ്ണ് തുറന്നിരിക്കുന്നത്. അവള് ജോനെ വിളിച്ചെണീപ്പിക്കുന്നൊന്നുമില്ല. പതിയെ ജോന്റെ അലമാര ചെന്ന് തുറക്കും. എന്തോ തോന്നിയിട്ട് തുറന്നെയാണ്. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ജോ എഴുതിയ കുറെ കത്തുകളുണ്ട്. ഇത്രയും നാളായിട്ട് അവൾ ആ കത്തുകൾ കണ്ടിട്ടില്ല. വർഷങ്ങളോളം അവൾ ഇതിനകത്ത് പെട്ട് കിടപ്പുണ്ടായിരുന്നു ഈ ലൂപ്പില്. എന്നിട്ട് ആ കത്തുകൾ കണ്ടില്ല. ജോ അച്ഛന് കുറെ അധികം കത്തുകൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ സെൻഡ് ചെയ്തിട്ടില്ല. അവന് പേടിയാണ്. ആ സമയമായിരിക്കും ജോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നത്. ജോനോട് കാര്യം പറയും, ഞാൻ നിന്റെ ഫ്യൂച്ചർ വൈഫാണ്, ഞാൻ നിന്റെ വിധി മാറ്റാൻ വന്നതാണ്, നിന്നെ രക്ഷിക്കാൻ വന്നതാണ്, നിനക്ക് നല്ലൊരു ജീവിതം തരാൻ വന്നതാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവളേതോ കള്ളിയാണെന്ന് വിചാരിച്ചിട്ട് ഇവളെ തള്ളി പുറത്താക്കും, വീട്ടിന്റെ പുറത്താക്കും. ഇവൾക്ക് വേറെ വഴിയില്ല, പുറത്തിറങ്ങി പോയില്ലേ പറ്റൂ. അവൾ ഒന്നും കൂടെ മരിച്ചു എന്നിട്ട് വീണ്ടും അലമാര പോയി തുറന്ന ആ ലെറ്റർ എടുക്കും. ജോനോട് സംസാരിക്കും. ജോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ, നമുക്ക് അച്ഛനെ കാണാൻ പോണ്ടേ, അച്ഛൻ നിന്നെ കാത്തിരിക്കുമായിരിക്കുമെന്ന്. എന്നാൽ ഇപ്രാവശ്യം അവൻ പോലീസിനെ വിളിച്ചു പറയും. പോലീസ് വന്ന് ജോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് അവൾ വീണ്ടും മരിച്ചു എന്നിട്ട് വീണ്ടും ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ജോ നിപ്പുണ്ട്. ജോ എണീറ്റിട്ട് ചോദി, ഇനി ആരാന്ന്. അവൾ പറഞ്ഞു കൊടുക്കും, ഞാൻ നിന്റെ ഫ്യൂച്ചർ വൈഫാന്ന്. പഴയതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആളുടെ ദേഹത്ത് തട്ടി വീഴുന്നുണ്ട്. ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട്. ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് പറഞ്ഞ് വെള്ളം കോരി ഒഴിച്ച് ഓടി പോവാണ്. ഗേൾ ഫ്രണ്ട് എന്താ വിചാരിച്ചിരിക്കുന്നത്, എവന്റെ ഒറിജിനൽ ഭാര്യ വന്നിട്ട് കാമുകിയുടെ കൂടെ സ്വന്തം ഭർത്താവിനെ തൂക്കിയെന്നല്ലേ. എന്നാൽ അങ്ങനെയൊന്നും അല്ല സംഭവം. അവൻ അറിയത്തില്ല സോറീനെ. അങ്ങനെ വീണ്ടും പഴയതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോറിയും ജോയും അടുത്തിട്ടുണ്ട്. അന്ന് രാത്രി തന്നെ ജോ സിഗരറ്റ് അടിച്ചു മാറ്റി വലിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇപ്രാവശ്യം ജോ പിറകിന്ന് വന്നിട്ട് സിഗരറ്റ് കളയാനൊന്നും പറയുന്നില്ല. പകരം നാളെ തന്നെ നിന്റെ അച്ഛനെ കാണാനായിട്ട് പോകണമെന്ന് പറയും. പക്ഷെ അവ സമ്മതിക്കത്തില്ല. നിനക്ക് എന്റെ അച്ഛനെ പറ്റി എന്തറിയാം, അയാള് വെറും മോശപ്പെട്ട ആളാണ്. എന്റെ 4 വയസ്സിൽ എന്നെ എന്റെ അമ്മേനെയും കളഞ്ഞിട്ട് പോയതാണ്. ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് 6 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ അയാളെ കാണാൻ പോകണമെന്നോ. അവൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അവള് നാളെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നടന്നു പോകും. എന്നാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, അയാളൊരു മനുഷ്യനല്ല, അയാൾ എന്ത് തരം മനുഷ്യനാണെന്ന് സോറിയോട് ചോദിക്കും. സോറി തിരിഞ്ഞു നിന്നിട്ട് പറയും, നീയും അത് കണക്കല്ലേ, നിന്റെ സുഖത്തിന് വേണ്ടി കുടിക്കുകയും വലിക്കുകയും ചെയ്തിട്ട് നീ മരിച്ചുപോയി, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. അത് തന്നെയല്ലേ നിന്റെ അച്ഛനും ചെയ്തത്. നീ നിന്റെ അച്ഛനെ പോലെ ഒരു മനുഷ്യനാണെന്ന് അവള് പറയും. ഈ മരണത്തിനെ പറ്റി, അവന്റെ മരണത്തിനെ പറ്റി പറഞ്ഞ ഉടനെ അവളുടെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങും. അവൾ അവിടെ തന്നെ മരിച്ചു വീഴാണ്. ജോ ചെന്ന് പിടിക്കുക അവളെ. എന്നാൽ കാര്യമില്ല, അവള് മരിച്ചുപോയി. വീണ്ടും അവള് കണ്ണു തുറക്കും. ഇപ്രാവശ്യം അവള് കാണാൻ പോകുന്നത് കൂട്ടുകാരനെയാണ്. കൂട്ടുകാരനെ കണ്ടിട്ട് അവനോട് പാരലൽ യൂണിവേഴ്സിന്റെ കാര്യം പറയും. അവൻ വേറെന്തോ സ്ക്രിപ്റ്റിനെ പറ്റി വായിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അവൾ എന്തിനാ ഈ പാരലൽ യൂണിവേഴ്സിനെ പറ്റി പറയുന്നതെന്ന് അവന് മനസ്സിലാവത്തില്ല. അവള് സമയത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. മനുഷ്യന് സമയം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരം. എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. സമയം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അവനാകെ കിളി പാറി ഇരുന്നിട്ട് നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജോന്റെ വൈഫാന്ന് പറയും, ഫ്യൂച്ചർ വൈഫ്. അവൻ ഈ വിശ്വാസമൊന്നും വരുന്നില്ല. എന്തായാലും അവളെയും വിളിച്ച് മാറി ഇരുന്ന് സംസാരിക്കും. അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. യവൻ പിന്നെ ഒരു കിളി ആയതുകൊണ്ട് തന്നെ അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ ജോന്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി ചോദിക്കും. കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കും. ഈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ഒരാളെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ജോനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ജോ സ്നേഹം കൊണ്ട് പറഞ്ഞാൽ അവൻ എല്ലാം ചെയ്യും. എന്നാൽ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ അവൻ കേൾക്കില്ല. അവൻ അങ്ങനത്തെ സ്വഭാവമാണ്. ഇത് കേൾക്കുമ്പോൾ സോറിക്ക് ഒരു കാര്യം മനസ്സിലാവും. അവനോട് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാലല്ലേ ഉള്ളൂ പ്രശ്നം. സ്നേഹം കാണിച്ച് അവനെ വക്കീലാക്കിയിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ, സ്നേഹത്തിൽ അവനോട് അച്ഛനെ കാണാൻ പോകാൻ പറഞ്ഞാലോ, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ജോ അവിടെ നിന്ന് പതി എണീറ്റ് നടന്നു പോകും. കൂട്ടാനെ മനസ്സിലാവത്തില്ല ഇവളെന്താ ഒന്നും മിണ്ടാതെ നടന്നു പോണേന്നെ. വീണ്ടും അവള് കണ്ണു തുറക്കും. പഴയതുപോലെ ആവുന്നുണ്ട്. ജോയും അവളും കൂട്ടാവുന്നുണ്ട്. അങ്ങനെ ജോനെയും വിളിച്ച് അവൾ ഒരു സ്ഥലത്ത് വരും. അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ജോനോട് പറയും, നിന്റെ അച്ഛൻ വളരെയധികം മോശപ്പെട്ട ആളാണെന്ന് എനിക്കറിയാം. നിന്റെ ഇഷ്ടമാണ്, നിനക്ക് വേണമെങ്കിൽ അച്ഛനെ കാണാം, അച്ഛനോട് ക്ഷമ ചോദിക്കാം, അതൊക്കെ നിന്റെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്ന്. അവനോട് ഇത്രയും സ്നേഹത്തോടു കൂടി അവന്റെ വാക്കിന് വില വെച്ച് സംസാരിച്ചതുകൊണ്ട് അവൻ സമ്മതിക്കും. അവനും തോന്നുകയാണ് അച്ഛനെ കണ്ട് സോറി പറയാന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ അച്ഛനെ കാണാനായിട്ട് ബസ് സ്റ്റോപ്പിൽ പോയിരിക്കും. പിന്നെ ബസ് കയറി രണ്ടുപേരും കൂടെ അച്ഛൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്. രണ്ടുപേരും കൂടെ നല്ല റൊമാൻറ്റിക് ആയിട്ട് സമയമെല്ലാം ആസ്വദിച്ച് നല്ല രീതിയിലാണ് പോകുന്നത്. അവരുടെ ചെറിയ ചെറിയ മൊമെന്റ് വരെ ആസ്വദിക്കുന്നുണ്ട്. ജോ സോറിക്ക് പൂക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ആ പൂക്കൾ
പൂക്കളും കൊണ്ടാണ് നടന്നു പോകുന്നത്. അങ്ങനെ സന്തോഷപ്പെട്ട് പോവുകയാണ്. ജോയ്ക്ക് സോറീനെ ഒരുപാട് ഇഷ്ടമാണ്. സോറിക്ക് പണ്ട് മുതലേ ജോനെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ജോന്റെ അച്ഛനെ കാണാനായിട്ട് വീട്ടിൽ ചെല്ലും. അവിടെ ചെന്ന് കോണിംഗ് ബെല്ല് അടിക്കും. കോണിംഗ് ബെല്ല് അടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഡോറ് തുറക്കാൻ നേരത്ത് ആകാശത്തിന്റെ തൊട്ട് മണ്ടയിൽ എന്തോ ഒരു ചുമന്ന കളർ സംഭവം വരുന്നുണ്ട്. അത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. ഡസ്ക് എന്നാണ് പറയുന്നത് അതിന്. അതെന്ന് പറഞ്ഞാൽ ഈ സന്ധ്യാസമയത്ത് വരുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ചുമന്ന ശോഭ പോലെ വരും. എന്തായാലും അത് വരുന്നുണ്ട്. ഇപ്പം സോറിയുടെ മൂക്കിൽ നിന്ന് ചോര വരാനായിട്ട് തുടങ്ങും. അവള് മരണത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ജോനോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ മൂക്കിൽ നിന്ന് ചോര വന്നിട്ട് അവൾ അവിടെ തന്നെ മരിച്ചു വീഴാണ്. ജോയ്ക്ക് അവളെ പിടിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവള് മരിച്ചുപോയി. വീണ്ടും അവള് കണ്ണു തുറക്കും. അവള് മരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. മരണത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. ജോന്റെ മരണത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ അവൾ എങ്ങനെ മരിച്ചുപോയി അവൾക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും പഴയതുപോലെ തന്നെ അവനെ സ്നേഹം കൊടുത്ത് അവനെ അവളുടെ ഭാഗത്ത് കൊണ്ടുവരാണ്. അവൾക്ക് അവനെ ഇഷ്ടമാണ്. അങ്ങനെ അവനെ അവളുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് രണ്ടുപേരും കൂടെ പഴയതുപോലെ പോയിരുന്ന് സംസാരിക്കും. അച്ഛനെ കാണാമെന്ന് സ്നേഹത്തോടെ പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അച്ഛനെ കാണാനായിട്ട് പോകും. ഇപ്പൊ കുറച്ച് സമയം വൈകിട്ടുണ്ട്. അച്ഛനെ കാണാനായിട്ട് രണ്ടുപേരും കൂടെ ട്രെയിനിൽ പോവാണ്. അതുമല്ല ആ ചുമന്ന ആ ഡസ്ക് എന്ന് പറയുന്ന സംഭവം ഇല്ലേ, അത് ആകാശത്ത് വരുന്നെന്ന് ആ ട്രെയിനിൽ പോകുന്ന ഒരു പെൺകുട്ടി യൂട്യൂബ് വഴി കാണുന്നത് സോറി കേൾക്കുന്നുണ്ട്. അത് കേട്ടറിനെ അവളുടെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം, അതായത് ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഇവള് മരിച്ചു വീഴും. അവിടെ തന്നെ മരിച്ചു വീഴുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. വീണ്ടും അവൾ ആ ലൂപ്പിൽ പെട്ടു പോവാണ്. അവള് വീണ്ടും കണ്ണു തുറക്കും. പഴയതുപോലെ തന്നെ ഹീറോനോട് സ്നേഹം കാണിച്ച് അവനെ പ്രണയത്തിലാക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവനെ അച്ഛനെ കാണാനായിട്ട് വിളിച്ചോണ്ട് പോകും. ഇപ്രാവശ്യം എല്ലാം വേഗതയിലാണ് ചെയ്യുന്നത്. ആ ചുമന്ന സംഭവം വരണേന് മുമ്പ് അച്ഛനെ കാണാനായിട്ട്. എന്നാൽ ഇപ്രാവശ്യം നേരത്തെ ആ ചുമന്ന സംഭവം വന്നു. അവള് സ്ട്രീറ്റിൽ വെച്ച് തന്നെ മരിച്ചു വീഴും. നേരത്തെ അച്ഛന്റെ വീട്ടിലായിരുന്നു, പിന്നെ ട്രെയിനിലായിരുന്നു. അതിനുശേഷം ഇപ്പൊ സ്ട്രീറ്റിൽ വെച്ച് തന്നെ മരിച്ചു വീഴുന്നേക്കാണ്. സമയം കുറഞ്ഞു വരികയാണ്. വീണ്ടും അവള് കണ്ണു തുറക്കാണ്. അവള് വിട്ടുകൊടുക്കത്തില്ല. പലതവണയായിട്ട് ചെയ്തു നോക്കും. എന്നിട്ടും അവളെ കൊണ്ട് കഴിയുന്നില്ല. അവള് ചെയ്തു നോക്കുമ്പോഴെല്ലാം മരിച്ചു വീഴും. ഇനി അവളെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ജോനെ രാത്രി ഒരു സ്ഥലത്തോട്ട് വിളിക്കും. അവനോട് പറയും, എടാ ഞാൻ പലതവണയായിട്ട് ശ്രമിച്ചു, എന്നാൽ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യണം. എന്നെ നീ മറക്കാൻ പാടില്ല. ഞാൻ സമയത്തിൽ ലയിച്ചു പോയേക്കാം, പക്ഷെ നീ എന്നെ മറക്കാൻ പാടില്ല. ഇത് അവനോട് പറയുന്നുണ്ട്. അവൻ അതിന് സമ്മതിക്കും. ഇവള് പറഞ്ഞത് എന്താ സംഭവം എന്നൊന്നും അവന് മനസ്സിലായിട്ടില്ല. എന്നാലും അവൻ സമ്മതിക്കും. ഇതും പറഞ്ഞ് അവളുടെ മൂക്കിൽ നിന്ന് ചോര വന്നിട്ട് അവള് മരിച്ചു വീഴാണ്. അവൾക്ക് തോന്നുമ്പോഴെല്ലാം മരിച്ചു വീഴാൻ പറ്റും. ഒന്നും കൂടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കും. ജോ തൊട്ടടുത്ത് തന്നെ അടപ്പുണ്ട്. അവ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ ഭാര്യയാണ്, എന്നേക്കും നിന്റെ ഭാര്യയാണെന്ന് പറയും. ഇത് പറയുമ്പോൾ ആകാശം മൊത്തം ചുമക്കുകയാണ്. റൂമെല്ലാം ഇരുണ്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ സോറി മരിച്ചു വീഴുകയും ചെയ്യും. പിന്നീട് ജോ ഒരു സ്ഥലത്ത് കണ്ണു തുറക്കും. ഇപ്രാവശ്യം കൂടെ സോറി ഇല്ല. അവൻ ആ ആർട്ടിക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവൻ ആദ്യം ഫോട്ടോ എടുക്കാൻ പോയ ആ സ്ഥലത്താണ്. ലൂപ്പ് കട്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ആർട്ടിക്കിൽ പോയിട്ട് അവൻ തിരിച്ചു വരും. പഴയതുപോലെ തന്നെ വീട്ടിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് ചെല്ലും. ഗേൾ ഫ്രണ്ടിന് ഇവൻ എന്തോ ഒരു വ്യത്യാസം ഉള്ളതുപോലെ. പക്ഷെ അവന് സോറിയുടെ കാര്യമൊന്നും ഓർമ്മയില്ല. പക്ഷെ അവന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്. പഴയതുപോലെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനല്ല, എല്ലാം സമാധാനമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പൊ. ഇതിനുശേഷം അവൻ കൂട്ടുകാരനെ പോയി കാണും. കൂട്ടുകാരനോട് കാര്യം പറയും. ആ പെൺകുട്ടിയായിട്ട് ബ്രേക്കപ്പ് ചെയ്തെന്ന്. വേറൊന്നുമല്ല, അവന് തോന്നി ആ പെൺകുട്ടി അവന് ഒരേ ടേസ്റ്റ് അല്ല, അവളുടെ കൂടെ ജീവിച്ചു പോകാൻ കഴിയത്തില്ല എന്ന്. രണ്ടുപേരുടെയും ചിന്താഗതി വ്യത്യാസമാണ്. അതുകൊണ്ടാണ് അവൻ ബ്രേക്കപ്പ് ചെയ്തത്. അതുമല്ല അവൻ കൂട്ടുകാരനോട് പറയും, എന്തോ എനിക്ക് നഷ്ടപ്പെട്ടു പോയതുപോലെ, ഞാൻ അതിനു വേണ്ടി കൊതിക്കുന്നത് പോലെ. എന്താ സംഭവം എന്ന് അവൻ അറിയത്തില്ല. എന്തോ അവന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. എന്താ നഷ്ടപ്പെട്ടതെന്ന് അവൻ അറിയാൻ പാടില്ല. ഇതിനുശേഷം അവനും സോറിയും കൂടെ ഫോട്ടോ എടുത്തില്ലായിരുന്നു. ആ സ്ഥലത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അവൻ. അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവന്റെ അച്ഛനെ കാണാനായിട്ട് അവൻ ചെല്ലും. വീട്ടിൽ ചെന്ന് കോണിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഒരു ലേഡി പുറത്തോട്ടിറങ്ങി വരും. ഞാൻ ഇന്തോനേഷ്യയിൽ നിന്ന് വന്നതാണ്. ഈ ഒരു മനുഷ്യന്റെ പേരും പറഞ്ഞു കൊടുക്കും. അവന്റെ അച്ഛന്റെ പേരും പറഞ്ഞു കൊടുക്കും. അയാളുടെ വീടാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി അയാളുടെ വീടാണെന്ന് പറയും. എന്നാ പിന്നെ അകത്തോട്ട് പോകാൻ ഞാൻ അയാളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഭാര്യ ജോയും വിളിച്ച് അകത്ത് കയറി ചെല്ലും. അവന് ഇരിക്കാനായിട്ട് സീറ്റ് കൊടുക്കുന്നുണ്ട്. അവനെ ഹാളിലാക്കിയിട്ട് ഭാര്യ ഭർത്താവിനെ വിളിക്കാനായിട്ട് പോകും. ജോന്റെ അച്ഛനെ വിളിക്കാനായിട്ട് പോകും. ജോ അവിടെ നിന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ ജോന്റെ അച്ഛനും രണ്ടാം ഭാര്യയിലുണ്ടായ മോനും നിപ്പുണ്ട്. അവര് മൂന്നുപേരും ഭയങ്കര ഹാപ്പിയാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്നു, മിണ്ടുന്നും അതുപോലെ സന്തോഷിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജോയ്ക്ക് എന്തോ ഒരു കുറ്റബോധം. ഇനിയിപ്പോ ഈ ഫാമിലിയുടെ ഇടയ്ക്ക് കയറേണ്ട കാര്യമില്ലല്ലോ. അവിടുത്തെ ഫാമിലി ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാവും ജോന്റെ അച്ഛന്റെ രണ്ടാമത്തെ കുട്ടി തന്നെയാണ് ആ പയ്യനെന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അച്ഛൻ വന്ന് നോക്കുമ്പോൾ അവനെ കാണാനില്ല. പകരം അവൻ ഇരുന്നെടുത്ത് ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ ജോന്റെയും അച്ഛന്റെയും ഫോട്ടോയാണ്. അതിന്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ ഫാമിലി ആയിട്ട് ജീവിക്കല്ലേ, അതൊന്നും സാരമില്ല. എന്റെ 4 വയസ്സ് വരെ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടില്ലേ, അത് തന്നെ ധാരാളമാണ്. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന്. ഇത് കാണുമ്പോൾ അയാളൊന്ന് തകർന്നു പോകുന്നുണ്ട്. ആകെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ഭാര്യ വന്ന് ചോദിക്കും എന്താ പ്രശ്നമെന്ന്. എന്നാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. ജോനെ തപ്പിയാണ് ഇറങ്ങുന്നത്. പക്ഷെ ജസ്റ്റ് മിസ്സിന് ജോ അവിടെ നിന്ന് പോയി. അയാൾ കണ്ടില്ല. ജോ എങ്ങോട്ട് പോയെന്ന് അയാൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ പിന്നാലെ
പോകുന്നില്ല, ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടു പോയത്, അല്ലെങ്കിൽ അവനെ കിട്ടാതെ പോയത്. അയാൾക്ക് നല്ല കുറ്റബോധമുണ്ട്. ആദ്യത്തെ ഭാര്യയും 2 മക്കളെയും കളഞ്ഞിട്ടാണ് രണ്ടാമതൊരു സ്ത്രീയെ വന്ന് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ കുടുംബത്തോടെ ജീവിക്കുന്നത്. സ്വന്തം മോൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്ക് കുറ്റബോധം അടിച്ചു. അതുകൊണ്ടാണ് അവന്റെ അടുത്ത് മിണ്ടാനായിട്ട് പുറത്തോട്ടിറങ്ങി ചെന്നത്. എന്നാൽ അവൻ പോയി, അവനെ കിട്ടിയില്ല. ഇതിനുശേഷം ജോ പോയി കൂട്ടുകാരനെ കാണും. അവൻ തിരിച്ച് ഇന്തോനേഷ്യയിലോട്ട് പോവാന്ന് പറയുന്നുണ്ട്. കൂട്ടുകാരനും അതിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, അച്ഛനെ കണ്ടു കഴിഞ്ഞല്ലോ. അച്ഛൻ്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിലും അച്ഛനെ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞു. പിന്നെ ഹീറോ വേറൊരു കാര്യം പറയുന്നുണ്ട്, അവൻ കുടിയും വലിയും ഒരുമിച്ച് നിർത്തിയെന്ന്. കൂട്ടുകാരന് ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. കുടിയും വലിയും അവൻ ഒരുമിച്ച് നിർത്തിയെന്ന് അവൻ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ്. ഒരിക്കലും സോറി സപ്പോർട്ട് ചെയ്തിട്ടല്ല, അതായത് ഹീറോയിൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല. അവൻ സ്വന്തമായിട്ട് എടുത്ത തീരുമാനങ്ങളാണ്. അവന്റെ സ്വഭാവത്തിൽ കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ വ്യത്യാസം പോലെ. പിന്നീട് അവൻ ഇന്തോനേഷ്യയിൽ ചെല്ലും, അവന്റെ വീട്ടിൽ ചെല്ലും. അത് കഴിഞ്ഞിട്ട് അവൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകും. ഓടി ഒരു സ്ത്രീയുടെ അടുത്ത് ചെല്ലും. അത് മറ്റാരുമല്ല, അമ്മയാണ്. അമ്മയ്ക്ക് അവൻ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വന്നതുകൊണ്ട് തന്നെ അത്ഭുതം. ഇവൻ സാധാരണ വർക്കൗട്ടൊന്നും ചെയ്യാറില്ല, എന്നാൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോറി പറഞ്ഞു കൊടുത്ത ഓരോ ശീലങ്ങളാണ് അവൻ അതിപ്പം താന് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവൻ സ്വയമേ മാറിയതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. പിന്നീട് അവൻ വീട്ടിൽ വന്നിട്ട് ജോയും സോറി ഒരുമിച്ച് പോയി ഫോട്ടോ എടുത്തില്ലായിരുന്നു ഒരു സ്ഥലത്ത്. അവൾ ഇല്ലാതെ അവൻ ഒരു ഫോട്ടോ എടുത്തില്ലേ ആ സ്ഥലത്ത് പോയിട്ട്. ആ ഫോട്ടോ എന്തോ ഡൗട്ട് തോന്നിയിട്ട് അവൻ പരിശോധിക്കുന്നുണ്ട്. അവൻ എന്തോ മനസ്സിൽ തോന്നിയതാണ് ആ ഫോട്ടോ പരിശോധിക്കാനായിട്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു രൂപം നിൽക്കുന്നത് പോലെ, ഒരു പെൺകുട്ടിയുടെ രൂപം നിൽക്കുന്നത് പോലെ. എന്നാൽ അത് ക്ലിയർ അല്ല, ഒരു പെൺകുട്ടി നിപ്പുണ്ട്. അവൻ അന്ന് സോറീനെ വെച്ച് ഫോട്ടോ എടുത്തതുപോലെ ഒരു ഫോട്ടോ, അതിനകത്തൊരു രൂപമുണ്ട്, പക്ഷെ ക്ലിയർ അല്ല. അവൻ എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഹീറോന്റെ എക്സിബിഷൻ വരികയാണ്. ഹീറോ എടുത്ത ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിക്കുന്ന ദിവസം. അവിടെ തന്നെ ആർട്ടിക്കിന്റെ ഫോട്ടോയാണ്. അവൻ ആർട്ടിക്കിൽ പോയില്ലേ, ആ ഫോട്ടോയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത് കാണാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും പോയതിനു ശേഷം അങ്ങോട്ടൊരു പെൺകുട്ടി വരും. ആ പെൺകുട്ടിയെ കാണുമ്പോഴേ ഹീറോയ്ക്ക് ക്രഷ് അടിക്കും, ജോയ്ക്ക് ക്രഷ് അടിക്കും. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ പിന്നാലെ ചെല്ലും. അവൾ എങ്ങോട്ടാണോ പോകുന്നത് അവളുടെ പിന്നാലെ ചെല്ലും. അവള് ചെന്നിട്ട് അവന് സോറിയും കൂടെ ഒരു ഫോട്ടോ എടുത്തില്ലായിരുന്നോ, ഒരു രൂപമുള്ള ഫോട്ടോ. ആ ഫോട്ടോ പോയി നോക്കി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ ഈ ഫോട്ടോ വ്യത്യസ്തനാണ്. കാരണം വേറൊന്നല്ല, ബാക്കിയെല്ലാം മഞ്ഞുപാളിയുടെ ഫോട്ടോകളാണ്. എന്നാൽ ഇത് മാത്രം സാധാരണ ഒരു വൈകുന്നേരത്തിന്റെ ഫോട്ടോ. അവൾ അത് നിന്ന് നോക്കുമ്പോൾ ജോ പിന്നാലെ ചെന്ന് നിൽക്കും. അവനോട് ചോദിക്കും ഇതെന്തുകൊണ്ടാ ഇങ്ങനെയെന്ന്. ബാക്കിയെല്ലാം മഞ്ഞുപാളിയുടെ ഫോട്ടോ അല്ലേ, എന്നാൽ ഇതെന്താ ഇങ്ങനെയെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കാൻ പറയും. അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഒരു ഒറോറ കണക്ക് ലൈറ്റ് വരുന്നുണ്ട്, മഞ്ഞ നീലയും കളർ ലൈറ്റ്. ആ നേരം ആ ഫോട്ടോയ്ക്ക് പ്രത്യേകതരം ഒരു ഭംഗിയാണ്. അവിടെ വെച്ച് ഹീറോ ഒരു കാര്യം പറയും, എനിക്ക് തോന്നുന്നില്ല മനുഷ്യർ പേടി കൊണ്ട് അവരുടെ സ്വഭാവം മാറ്റുമെന്ന്, എന്നാൽ സ്നേഹം കൊണ്ട് അവരുടെ സ്വഭാവം മാറ്റാനായിട്ട് കഴിയും. ഈ ലൈറ്റ് കാണുന്ന സമയത്ത് എനിക്ക് അതാണ് തോന്നാറ്. ഇത് കേൾക്കുമ്പോഴേ സോറിക്ക് മനസ്സിലാവും, അതായത് ഈ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ മറ്റാരുമല്ല, അത് ജോ തന്നെയാണെന്ന്. നിങ്ങളാണല്ലേ ഫോട്ടോഗ്രാഫർ, ഞാൻ അറിയാതെ പറഞ്ഞാണ്. ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് എന്തോ വ്യത്യസ്തമായിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞാണെന്ന്. എന്നാൽ അതൊന്നും സാരമില്ല, നീ എല്ലാ ഫോട്ടോയും നല്ല സീരിയസ് ആയിട്ട് തന്നെ നോക്കിയില്ലേ, അതെല്ലാം സീരിയസ് ആയിട്ട് നോക്കിയത് കൊണ്ടല്ലേ നിനക്ക് മനസ്സിലായത് ഈ ഫോട്ടോയ്ക്ക് എന്തോ വ്യത്യാസം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് നീ അത് നോക്കിയത് കൊണ്ട് തന്നെ. അതുകൊണ്ട് നീ എന്നോട് സോറി ഒന്നും പറയണ്ടെന്ന് പറയും. അതുപോലെ ഹീറോ ലൈറ്റ് ഓൺ ആക്കാനായിട്ട് പറയും. ബാക്കിയുള്ള ആൾക്കാരോടെ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ലൈറ്റ് ഒക്കെ ഓൺ ആക്കുകയാണ്. എന്തായാലും അവർ തമ്മിൽ കമ്പനി ആയല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ പേര് ജോ എന്ന് പറഞ്ഞിട്ട് അവൻ കൈ കൊടുക്കും. അതേപോലെ തന്നെ എന്റെ പേര് സോറി എന്ന് പറഞ്ഞിട്ട് അവളും കൈ കൊടുക്കും. രണ്ടുപേരും ഒരുമിച്ചാണ് കൈ കൊടുക്കുന്നത്. ഈ കൈ കൊടുക്കുന്ന സമയത്ത്, അതായത് കൈ രണ്ടും കൂടെ ടച്ചായ സമയത്ത് രണ്ടുപേരുടെ മനസ്സിലോട്ടും കഴിഞ്ഞ കാലങ്ങള്, ആ ടൈം ലൂപ്പിന്റെയും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഓർമ്മ വരികയാണ്. എത്ര തവണ ടൈം ലൂപ്പ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറോയ്ക്ക് ടൈം ലൂപ്പിൽ ഓർമ്മ കാണത്തില്ലല്ലോ, അതെല്ലാം ഹീറോയ്ക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോറിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. രണ്ടുപേരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ജോ ഹൃദയമെടുപ്പ് നിന്നിട്ട്, അതായത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി. അതിനുശേഷം സോറി ഒരുപാട് വിഷമത്തിലായി. ജോ ഈ ആർട്ടിക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഓർമ്മയ്ക്കായിട്ട് സോറിയും ആർട്ടിക്കിൽ പോയി കപ്പൽ കയറിയിട്ട്. അങ്ങനെ കപ്പലിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ സംഭവിച്ചു. പിന്നീട് അവൾ കണ്ണ് തുറക്കുന്നത് ജോന്റെ അടുത്താണ്. അതെന്താ സംഭവം എന്ന് അറിയത്തില്ല, എന്തായാലും ടൈം കൊളാപ്സ് ആയതായിരിക്കണം. അതെങ്ങനെയാണെന്നൊന്നും ചോദിക്കില്ല, എന്തോ സംഭവിച്ചതാണ്. അവൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ജോനെ അടുത്ത് കാണും. ജോ നീ ആരാന്ന് ചോദിക്കുമ്പോൾ നീ മരിച്ചില്ലല്ലേ, ഞാൻ നീ മരിച്ചെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കും. അത് പറഞ്ഞ ഉടനെ അവളുടെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. കാരണം അവന്റെ മരണത്തിനെ പറ്റി അവനോട് പറഞ്ഞില്ലേ, മൂക്കിൽ നിന്ന് ചോര വന്നിട്ട് അവൾ മരിച്ചു വീഴും. മരണത്തിനെ പറ്റി അവനോട് പറഞ്ഞാൽ അവള് മരിച്ചു പോകും. പിന്നെ രണ്ടാമത് അവൾ എണീക്കും. അങ്ങനെ അവൾക്ക് മനസ്സിലായി മരണത്തിനെ പറ്റി പറഞ്ഞാൽ അവൾ മരിച്ചു പോവെന്ന്. പിന്നെ ഒരുപാട് തവണ അവൾ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇവരുടെ രണ്ടുപേരുടെ മനസ്സിലോട്ടും ഓർമ്മ വരുന്നുണ്ട്. രണ്ടുപേർക്കും മനസ്സിലായി ഇവര് തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു, ഇവർക്ക് ഓർമ്മയില്ലാത്തയാണെന്ന്. രണ്ടുപേരും കൂടെ ഓർമ്മ വന്നിട്ട് കെട്ടിപ്പിടിക്കും, മുറുകെ കെട്ടിപ്പിടിക്കും. ഇവര് തമ്മിൽ ഒന്നിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് 2025 റിലീസായ ദ വൈഫ് ഫ്രം ഫ്യൂച്ചർ എന്ന മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഒരു വെറൈറ്റി കഥയല്ലായിരുന്നോ? പ്രേതപ്പടോ അല്ലെങ്കിൽ മിസ്റ്ററി ത്രില്ലർ ഒന്നും അല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയാം. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.